ഹലോ ഓൾ, വെൽക്കം ടു ആസ്ട്ര. സോ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് സോൾവൻസി റേഷ്യോയെ കുറിച്ചാണ്. ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ച ഓർമ്മയുണ്ടോ? ലിക്വിഡിറ്റി റേഷ്യോ ആണ് നമ്മൾ പഠിച്ചത്. ലിക്വിഡിറ്റി റേഷ്യോയ്ക്കകത്ത് ഞാൻ പറഞ്ഞിരുന്നു, നമ്മൾ ഷോർട്ട് ടേം ആയിട്ട് കമ്പനിയുടെ നമ്മൾ വാല്യുവേഷൻ ചെയ്യുന്നത്, ഷോർട്ട് ടേം എല്ലാ വാല്യുവേഷൻ ചെയ്യുന്നത് എങ്ങനെയാണ് ഷോർട്ട് ടേം ഒബ്ലിഗേഷൻസ് മീറ്റ് ചെയ്യാൻ കഴിവുണ്ടോ ഇല്ലയോ നോക്കുന്നത് നമ്മൾ ലിക്വിഡിറ്റി റേഷ്യോ ഉപയോഗിച്ചാണ്. അപ്പോൾ എപ്പോഴും ആലോചിച്ചിട്ടുണ്ട് നമ്മൾ ലോങ് ടേം എങ്ങനെയാണ് നമ്മൾ നോക്കുന്നതെന്ന്, ലോങ് ടേം ഒബ്ലിഗേഷൻസ് കമ്പനിക്ക് മീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് എങ്ങനെ നോക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇല്ലേ, ചെക്ക് ചെയ്തിട്ടുണ്ട് എപ്പോഴും. നമ്മളതാണ് പഠിക്കാൻ പോകുന്നത്. ലിക്വിഡിറ്റി റേഷ്യോ കഴിഞ്ഞ് നമ്മൾ അടുത്ത പഠിക്കാൻ പോകുന്നതാണ് സോൾവൻസി റേഷ്യോ. നോക്കിയാലോ? ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. സോൾവൻസി റേഷ്യോ. അപ്പം ഈ പിക്കിൽ തന്നെ ഇച്ചിരി പേർക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് മനസ്സിലായി കാണും എന്താണ് നമ്മൾ വാല്യുവേറ്റ് ചെയ്യാൻ പോകുന്നതെന്ന്. ഓക്കെ, മൂവിങ് ഫോർവേഡ്. സോൾവൻസി റേഷ്യോ ഓർ ക്യാപിറ്റൽ സ്ട്രക്ചർ റേഷ്യോ. ക്യാപിറ്റൽ സ്ട്രക്ചർ എവിടെയെങ്കിലും പഠിച്ചിട്ടുണ്ടോ? നമ്മൾ പാർട്ട് 1 ക്യാപിറ്റൽ സ്ട്രക്ചറിനെ കുറിച്ച് പറഞ്ഞ ഒരു ചെറിയൊരു വീഡിയോയ്ക്ക് എത്തുന്നുണ്ട്. സോൾവൻസി റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താണ്? സോൾവൻസി റേഷ്യോ ഈസ് എ ക്രൂഷ്യൽ ഫിനാൻഷ്യൽ മെട്രിക് ദാറ്റ് അസസ്സസ് എ കമ്പനീസ് എബിലിറ്റി ടു മീറ്റ് ഇറ്റ്സ് ലോങ് ടേം ഒബ്ലിഗേഷൻ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലോങ് ടേം ആയിട്ട് നമ്മുടെ കമ്പനിക്ക് എന്തൊക്കെ ഒബ്ലിഗേഷൻസ് ഉണ്ട് അതൊക്കെ മീറ്റ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യുന്നതാണ് സോൾവൻസി റേഷ്യോ. ഓക്കെ, ഇനി ഇൻ എ സെൻസ് ഇറ്റ് ടെൽസ് വെദർ എ കമ്പനി ഹാസ് ഇനഫ് അസെറ്റ്സ് ആൻഡ് ക്യാഷ് ഫ്ലോ to remain financially viable and continue operating in long run even in the face of financial challenges. അപ്പോൾ സംഭവം എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. ഒരു കമ്പനിക്ക് ലോങ് റണ്ണിൽ റൺ ചെയ്യാൻ പോകും, അതിൻ്റെ ഡെപ്സും കാര്യങ്ങളൊക്കെ മീറ്റ് ചെയ്ത് പോകാൻ പറ്റുമോ എന്ന് ചെക്ക് ചെയ്യുന്ന റേഷ്യോ ആണ് എന്ത്? സോൾവൻസി റേഷ്യോ. ഈ അതറിനെയും ഇപ്പോഴും ഞാൻ പറയുന്ന പോലെ അതറിനെയും പഠിച്ചു വെച്ചോ, ക്യാപിറ്റൽ സ്ട്രക്ചർ റേഷ്യോ. ഇനി ഇതിൻ്റെ വരുന്നതാണ് ഇമ്പോർട്ടൻസ് ഓഫ് സോൾവൻസി റേഷ്യോ. എന്തുകൊണ്ടാണ്, ആർക്കാണ് സോൾവൻസി റേഷ്യോയുടെ ഇമ്പോർട്ടൻറ്റ്, ആർക്കാണ് വേണ്ടത് ഇത്? ഓക്കെ, എന്തുകൊണ്ടാണ് ഇമ്പോർട്ടൻറ്റ് നോക്കാം. ഇത് ഇൻവെസ്റ്ററിൻ്റെ പെർസ്പെക്റ്റീവ് വ്യൂവിൽ നോക്കിക്കഴിഞ്ഞാൽ ഇൻവെസ്റ്റർ യൂസസ് സോൾവൻസി റേഷ്യോ ടു ഇവാലുവേറ്റ് ദ ഫിനാൻഷ്യൽ ഹെൽത്ത് ആൻഡ് റിസ്ക് പൊട്ടൻഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ്. വേറെ ഒന്നുമില്ല. ഇൻവെസ്റ്റേഴ്സ് എന്താ നോക്കുന്നത്? നമ്മുടെ അടുത്ത് ഇപ്പോൾ പൈസ ഇടുമ്പോൾ, നമ്മുടെ അടുത്ത് ഇപ്പോൾ ഞാൻ ഇപ്പോൾ ഒരു കമ്പനി ആയിക്കോട്ടെ, നിങ്ങളൊരു കമ്പനി ആയിക്കോട്ടെ, ഒരു ഇൻവെസ്റ്റർ വന്ന് നമ്മളെപ്പോഴത്തെ ഇപ്പോൾ ഫണ്ട് ഇടുമ്പോൾ എന്താ നോക്കുന്നവർ? നമുക്ക് ഇവർ ഫണ്ട് ഇടുമ്പോൾ എന്തൊക്കെയാണ് അതിന് നമുക്ക് ഓപ്പർച്യൂണിറ്റി ഉണ്ടോ, ലോങ് ടേം ആയിട്ട് റൺ ചെയ്യാൻ പൊട്ടൻഷ്യൽ ഉണ്ടോ, ഇവർ പറയുന്നതൊക്കെ ഉള്ളതാണോ എന്ന കാര്യങ്ങൾക്ക് ചെക്ക് ചെയ്യത്തില്ല. അതാണ് ഇതിനകത്ത് പറയുന്നത്. ഓപ്പർച്യൂണിറ്റി, ഫിനാൻഷ്യൽ ഹെൽത്ത്, നമ്മുടെ കമ്പനിയുടെ ഫിനാൻഷ്യൽ ഹെൽത്ത് നോക്കും. ഇപ്പോൾ ആലോചിച്ച് നോക്കുക, ഓൾറെഡി പുള്ളി വരുന്നതിന് മുന്നേ നമ്മൾ കുറേ കട എടുത്ത് വെച്ചേക്കുക. അപ്പോൾ പുള്ളി വന്നിട്ട് നമുക്ക് പൈസ തന്നു കഴിഞ്ഞാൽ ആലോചിച്ച് നോക്കിയാൽ പുള്ളിയുടെ പൈസ പോവും അല്ലേ? ഓൾറെഡി കമ്പനിക്ക് കോടികൾ കടമുണ്ട്, പുള്ളിയും വന്നിട്ട് നമുക്ക് പൈസ തരുക, പുള്ളിയുടെ പൈസ പോകത്തില്ലേ? അപ്പോൾ എപ്പോഴും ഒരു ഇൻവെസ്റ്റർ പെർസ്പെക്റ്റീവിൽ സോൾവൻസി റേഷ്യോ ചെക്ക് ചെയ്യുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഫോർ ലെൻഡർ, ബാങ്ക് ആൻഡ് അതർ ഇൻസ്റ്റിറ്റ്യൂഷൻ റിലൈ ഹെവിലി ഓൺ സോൾവൻസി റേഷ്യോ ടു അസസ്. നമ്മൾ ഈ ക്രെഡിറ്റ് വർത്തിനെസ് ഒക്കെ നോക്കും. നമ്മൾ ലോൺ എടുക്കാൻ പോകുമ്പോഴത്തേക്കും ബാങ്കിലൊക്കെ ലോൺ എടുക്കുമ്പോൾ അവർ നമ്മുടെ ക്രെഡിറ്റ് വർത്തിനെസ്, നമുക്ക് സ്ഥലമുണ്ടോ ഇല്ലെങ്കിൽ കൊലാറ്ററലായിട്ട് എന്തെങ്കിലും വെക്കാൻ പറയും. അതേപോലെ ബാങ്കുകൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ലെൻഡറിൽ, ബാങ്ക് ആയിക്കോട്ടെ, നമുക്ക് നമ്മുടെ പ്രോഡക്ട്സ് ചെയ്യുന്ന സപ്ലൈസ് ആയിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, അവർ ചെക്ക് ചെയ്യുന്നത് എന്താണ്? നമുക്ക് ആ എടുത്ത സാധനം ഇല്ലെങ്കിൽ ആ മൂല്യത്തിനുള്ള വാല്യൂ ഉള്ള സാധനം തിരിച്ചടയ്ക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടോ? നമ്മുടെ കയ്യിൽ പൈസ ഇല്ലെങ്കിലും നമ്മുടെ അസറ്റ്സ് വിറ്റിട്ടാണല്ലോ അവർക്ക് പൈസ കിട്ടുമോ എന്നാണ് സംഭവം അവർ ലിറ്ററലി നോക്കുന്നത്. ഇനി ഫോർ മാനേജ്മെൻറ്റ്, ദി കമ്പനീസ് മാനേജ്മെൻറ്റ് യൂസസ് സോൾവൻസി റേഷ്യോ ടു മോണിറ്റർ ദ ഫിനാൻഷ്യൽ റിസ്ക്, ഒപ്റ്റിമൈസ് ദ ക്യാപിറ്റൽ സ്ട്രക്ചർ. അതെന്ന് വെച്ചാൽ നമുക്ക് ഈ ലോങ് ടേം റൺ ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ മാനേജ്മെൻറ്റ് എന്ത് നോക്കുമെന്ന് അറിയാമോ? കമ്പനി ഫിനാൻഷ്യലി സ്റ്റേബിൾ ആണോ നോക്കും, ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അൺഫോർച്ചുനേറ്റ് ഈവൻറ്റ് വന്നാലും കമ്പനിക്ക് ഒന്ന് പിടിച്ച് നിൽക്കാൻ പറ്റുമോ നോക്കും. അപ്പോൾ അതിനുവേണ്ടി നമ്മുടെ ഡെപ്റ്റും ഇക്വിറ്റിയും ഒന്ന് ബാലൻസ് ആയിരിക്കണം. ഒന്ന് ഇച്ചിരി കൂടുതലായി പോയി കഴിഞ്ഞാലും പണിയാണ്. അപ്പോൾ അത് കവർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കമ്പനിക്ക്, ഇല്ലെങ്കിൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന രീതിക്ക് കമ്പനിക്ക് മിക്സ് ഉണ്ടോ, ഇല്ലെങ്കിൽ കമ്പനിക്ക് അതിനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നതാണ് സോൾവൻസി റേഷ്യോയിൽ മാനേജ്മെൻറ്റ് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് വെക്കുന്നത്. ഇനി അടുത്തത് ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ. അപ്പോൾ ഈ സോൾവൻസി റേഷ്യോയുടെ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ വരുന്നത് എന്താണ്? ഡെപ്റ്റ് ഇക്വിറ്റി ഓർ ഡെപ്റ്റ് ബൈ ഇക്വിറ്റി. ആ പേര് തന്നെ ഇതിനകത്ത് ഇപ്പോൾ കുറേ ഫോർമുലാസ്, നമുക്ക് റേഷ്യോസിലൊക്കെ വരുമ്പോൾ കുറേ ഫോർമുലാസ്, ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഫോർമുലാസ് നമുക്ക് പഠിക്കാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? ഒന്നും ചെയ്യണ്ട, ആ പേര് ഓർത്ത് വെച്ചാൽ മതി. ഡെപ്റ്റ് ബൈ ഇക്വിറ്റി, ഇല്ലെങ്കിൽ ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ, ഡെപ്റ്റും ഇക്വിറ്റിയും അങ്ങനെ പഠിച്ചു വെക്കുന്നതാണ് നല്ലത്. കുറേയൊക്കെ റേഷ്യോസിന് അങ്ങനെ പറ്റും, ചിലതിന് പറ്റത്തില്ല. ഇപ്പോൾ ചിലർക്ക് ക്യാപിറ്റൽ ഗിയറിംഗ് റേഷ്യോ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് എഴുതണമെന്ന് അറിയത്തില്ല. അങ്ങനത്തെ കുറേ എക്സംഷൻസ് വെച്ച് ബാക്കി ഒരു മെജോറിറ്റി ഒരു 90 above റേഷ്യോസും അതിൻ്റെ പേര് തന്നെ ആയിരിക്കും അതിൻ്റെ ഫോമിലേക്ക് വരുന്നത്. അപ്പോൾ എന്താ നോക്കാം. ഡെപ്റ്റ് ബൈ ഇക്വിറ്റി. ദിസ് റേഷ്യോ കമ്പയർസ് ദ പോർഷൻ ഓഫ് ഡെപ്റ്റ് ഫിനാൻസിങ് ടു ഇക്വിറ്റി ഫിനാൻസിങ്. Higher the ratio indicates the reliance on borrowed money,
വിച്ച് ക്യാൻ ഇംപ്ലൈ ഹയർ ഫിനാൻഷ്യൽ റിസ്ക്. എന്താ മനസ്സിലായി വായിച്ചിട്ട്? ഒന്നുകൂടെ വായിച്ചു നോക്കിയേ. സംഭവം എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. ഇപ്പം ഡെപ്റ്റ് ടു ഇക്വിറ്റി അല്ലെങ്കിൽ ഡെപ്റ്റ് ബൈ ഇക്വിറ്റി എന്നാണ് ഫോർമുല. ഇപ്പം ഞാനൊരു ഓണറാണ്, എൻ്റെ ഒരു കമ്പനി ഉണ്ട്, ABC ലിമിറ്റഡ് എന്ന് പറഞ്ഞ കമ്പനി ഉണ്ട്. ഞാൻ ഇതിലോട്ട് എക്സാമ്പിൾ വെച്ച് കാണിക്കാം, നിങ്ങളെ പഠിപ്പിക്കാം, ജസ്റ്റ് ഒരു എക്സാമ്പിൾ കേട്ടിരുന്നാൽ മതി. ഞാൻ ഇതിലോട്ട് ഒരു 1 ലക്ഷം രൂപ ഞാൻ എൻ്റെ ഫണ്ട്, സ്വന്തം ഒരു ഓണർഷിപ്പ് ഫണ്ട് എന്ന് പറയുന്ന പോലെ ഇക്വിറ്റി എടുത്തിട്ടു 1 ലക്ഷം രൂപ. ഞാൻ എവിടുന്നൊക്കെയോ മറിച്ച് ലോണൊക്കെ എടുത്ത് ഒരു 10 ലക്ഷം രൂപ ഞാൻ എവിടുന്നേലും ഒപ്പിച്ച് കമ്പനിയുടെ മേളിൽ സ്പെൻഡ് ചെയ്ത് ഞാൻ 10 ലക്ഷം രൂപ ബോറോയിങ്ങും എടുത്തു. അപ്പോൾ എൻ്റെ ഡെപ്റ്റ് എത്രയായി? ഡെപ്റ്റ് 10 ലക്ഷമായി. ഞാൻ എൻ്റേതായി കയ്യിൽ കൊണ്ടുവന്ന് 1 ലക്ഷം രൂപയുള്ളൂ. അപ്പോൾ എത്ര റേഷ്യോ ആയി? 10:1 ആയി. 10 എന്ന് വെച്ചാൽ എൻ്റെ ഇത് നോക്കുമ്പോഴത്തേക്ക് എന്താ 10:1 എന്ന് പറഞ്ഞാൽ എന്താണ്? എൻ്റെ 1 രൂപ ഇക്വിറ്റിക്ക് 10 രൂപ ഡെപ്റ്റാണ് എനിക്ക്. അപ്പം ഇൻവെസ്റ്റേഴ്സും വരത്തില്ല, കമ്പനി പൊട്ടിപ്പോയി, ഞാൻ അപ്പം തീരും. മനസ്സിലായോ? അപ്പം ഒരിക്കലും കൂടുതൽ ഡെപ്റ്റ് നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ എടുക്കാൻ പറ്റുന്ന ഡെപ്റ്റ് മാത്രമേ എടുക്കാവുള്ളൂ. അതിൽ കൂടുതൽ ഡെപ്റ്റ് എടുത്തു കഴിഞ്ഞാൽ പ്രശ്നമാണെന്നാണ് പറയുന്നത്. അതാണ് ഈ ഡെപ്റ്റ് ബൈ ഇക്വിറ്റി പറയുന്നത്. A higher ratio indicates reliance on borrowed money which can imply higher risk. ഇപ്പോൾ ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോയുടെ ഫോർമുലയാണ് എന്താണ്? ടോട്ടൽ ഡെപ്റ്റ് ബൈ ഇക്വിറ്റി എന്ന് വെച്ചാൽ ഇപ്പം D/E എന്ന് എഴുതുവാണ് ഷോർട്ട് ഫോം. ടോട്ടൽ ഡെപ്റ്റ് ബൈ ഇക്വിറ്റി ഷോർട്ട് ഫോം എഴുതിയാൽ മതി. ഇപ്പോൾ ഇനി നിങ്ങളിപ്പോൾ മുന്നോട്ട് പോകുമ്പോഴത്തേക്കും ഇത് തന്നെയാണ് നല്ലത്. ടോട്ടൽ ഷെയർ ഹോൾഡേഴ്സ് ഇക്വിറ്റി അല്ലേ, ടോട്ടൽ ഡെപ്റ്റ് ബൈ ടോട്ടൽ ഷെയർ ഹോൾഡേഴ്സ് ഇക്വിറ്റി. നമുക്കൊരു പ്രോബ്ലം ഒക്കെ ചെയ്ത് നോക്കാം. അതിന് മുന്നേ നമുക്കൊരു എക്സാമ്പിളിൽ കൂടെ തന്നെ പോകാം. ഓക്കെ, നിങ്ങൾ സ്ക്രീൻ പോസ് ചെയ്തിട്ട് വേണം ഇത് നോക്കിയൊന്ന് വായിച്ചു കിട്ടോ. ഇപ്പോൾ പ്രിയ എന്ന് പറയുന്നൊരു കോഫി ഞാൻ എടുത്താണ്, സാമ്പിൾ പേര് എടുത്താണ് പ്രിയ. ഓക്കെ, പ്രിയ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ്, ഒരു കോഫി ഒരു ഷോപ്പുണ്ട്, പ്രിയ ആണ് ഓണർ, ഷീ ഹാസ് എ കോഫി ഷോപ്പ്. അപ്പോൾ പ്രിയ ഇസ് എ ബിറ്റ് മോർ കോൺഷ്യസ്, ഒരു കോൺഷ്യസ് ബയ്യറാണ്, ഒരു കോൺഷ്യസ് ഒരു പേഴ്സണാണ്. ആൻഡ് പ്രിഫേഴ്സ് ടു റിലേ ഹൈലി ഓൺ ഹെർ ഓൺ സേവിങ്സ്. ഷീ ഇൻവെസ്റ്റ് എ സിഗ്നിഫിക്കൻറ്റ് പോർഷൻ ഓൺ ഹെർ പേഴ്സണൽ ഫണ്ട്, ലെറ്റ്സ് സേ 80,000 ഇൻടു പ്രിയ എന്ന് വെച്ചൊരു കഫേ പുള്ളിക്കാരി സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു സിറ്റുവേഷനാണ്. ഇപ്പോൾ രണ്ടുപേരെ സിറ്റുവേഷൻ നമ്മൾ കമ്പയർ ചെയ്തിട്ട് എന്തുകൊണ്ടാണ് ഡെപ്റ്റ് കൂടുതൽ എടുത്താൽ പ്രശ്നം, എന്തുകൊണ്ടാണ് ഇക്വിറ്റി റിലേ ചെയ്താലും, അതിൻ്റെ ഒരു ഇതാണ് നമ്മൾ കമ്പാരിസൺ ചെയ്യാൻ പോകുന്നത്. ഇതിൽ പറഞ്ഞിരിക്കുന്ന ആദ്യത്തെ കേസിൽ പ്രിയയുടെ കാര്യം പറഞ്ഞു. പ്രിയ എന്ത് ചെയ്തു? 80 എന്ന് വെച്ചാൽ പുള്ളിക്കാരിക്ക് $100,000 വേണം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി. അപ്പോൾ 80,000 എന്ത് ചെയ്തു? പുള്ളിക്കാരിയുടെ പോക്കറ്റിൽ നിന്ന് തന്നെ എടുത്തു. 20,000 മാത്രമേ ലോൺ എടുത്തുള്ളൂ. ഓക്കെ, കേൾക്കുമ്പോൾ തന്നെ അറിയാം നമ്മൾ ലോൺ കുറച്ച് എടുത്തുള്ളൂ. അപ്പോൾ എന്താണുള്ളത്? നല്ലതായിരിക്കും, നമുക്ക് അടയ്ക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടോ ഇല്ലയോ നോക്കണം. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഒരു ബാങ്കിങ് പെർസ്പെക്റ്റീവിൽ നിങ്ങളൊരു ക്രെഡിറ്റ് മുന്നോട്ട് അടുത്തോട്ട് പോകുമ്പോഴത്തേക്ക് ഒരു ക്രെഡിറ്റ് അനലിസ്റ്റൊക്കെ ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. നിങ്ങൾക്ക് അറിയാം പുള്ളിക്കാരിക്ക് നിങ്ങളടുത്ത് ലോൺ ചോദിച്ചു വരും. അപ്പോൾ നിങ്ങൾ നോക്കണം, ആദ്യം നോക്കേണ്ടത് എന്താ, പുള്ളിക്കാരിക്ക് എത്രയാണ് വേണ്ടത്, ഇക്വിറ്റി എത്രയാണ് പുള്ളിക്കാരി ഉള്ളത് എന്ന് നോക്കുക. അപ്പം ഈ ഒരു കേസിൽ എന്താണ് ഇവിടെ വന്നിരിക്കുന്നത്? നമ്മളിടുവാണെങ്കിൽ ഡെപ്റ്റ് എത്രയുണ്ട്? പുള്ളിക്കാരി ചോദിച്ചു വന്ന ഡെപ്റ്റ് 20,000 ആണ്. പുള്ളിക്കാരിക്ക് സ്വന്തമായിട്ട് ഇക്വിറ്റി എത്രയുണ്ട്? 80,000 ഉണ്ട് അല്ലേ. അപ്പോൾ ഇത് എന്ത് ചെയ്യാം? 1/4 എന്ന് എടുക്കാം, ഇല്ലെങ്കിൽ 25% അല്ലേ. അപ്പോൾ അന്ന് വെച്ചാൽ പുള്ളിക്കാരിയുടെ ഇക്വിറ്റിയുടെ 25% പുള്ളിക്കാരി ഡെപ്റ്റ് എടുത്തിട്ടുള്ളൂ. അപ്പോൾ എന്താണല്ലോ നമുക്ക് ബാങ്കിന് വിറ്റിട്ടാണല്ലോ പുള്ളിക്കാരിൽ നിന്ന് റിക്കവർ ചെയ്യാൻ പറ്റും അല്ലേ. അതാണ് സംഭവം. അങ്ങനെ ഒരു കൺസെപ്റ്റ് പഠിച്ചു വെച്ചാൽ മതി. എന്ന് വെച്ചാൽ ഇത് ഇച്ചിലൂടെ ഇത് വായിച്ചു നോക്കാം. എന്നിട്ട് നമ്മൾ ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ കണ്ടു. ഇനി ദിസ് മീൻസ് ദാറ്റ് ഫോർ എവറി $1 ഓഫ് ഹെർ അല്ലെങ്കിൽ പ്രിയാസ് മണി ഇൻവെസ്റ്റഡ് ഷീ ബോറോഡ് 25. എന്ന് വെച്ചാൽ 1 രൂപ പ്രിയ പോക്കറ്റിൽ നിന്ന് 1 രൂപ ഇട്ടപ്പോൾ 25 പൈസ മാത്രമേ പുള്ളിക്കാരി ബോറോ ചെയ്തുള്ളൂ. എന്ന് വെച്ചാൽ വെളിയിൽ നിന്ന് പുള്ളിക്കാരി 1 രൂപ ഇട്ടു, 25 പൈസ വെളിയിൽ നിന്ന് പോയി ബോറോ ചെയ്തു. അപ്പോൾ പുള്ളിക്കാരിയുടെ 1 രൂപ ഉണ്ട്, ഇത് നഷ്ടപ്പോയാലും പുള്ളിക്കാരിക്ക് അത് കവർ ചെയ്യാൻ പറ്റുമല്ലോ ബോറോ ചെയ്ത പൈസ. അപ്പോൾ അതാണ് എന്താണ് നല്ലൊരു ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോയുടെ ലക്ഷണമാണ്. അപ്പോൾ എന്തായാലും ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ കുറഞ്ഞിരിക്കണം. ഇനി ഹെർ ഡെപ്റ്റ് equity ratio is quite low. This signals to the bank and the potential investors that Priya Coffee Heaven is primarily funded by her own resources, making it less risky venture. If the business slows down, she has a large cushion of her own money before she would struggle to pay back. എന്ന് വെച്ചാൽ എന്താ, പുള്ളിക്കാരിയുടെ പോക്കറ്റിൽ പൈസ ഉണ്ട്, ബാങ്കിൽ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ബിസിനസ് മടുപ്പായി കഴിഞ്ഞാൽ പൈസ തിരിച്ചടയ്ക്കാനുള്ളതുണ്ട്. അപ്പോൾ ഏത് സപ്ലയർ ആയിക്കോട്ടെ, നമ്മുടെ ഏതൊരു എൻറ്റിറ്റി ആയിക്കോട്ടെ, ബാങ്ക് നമുക്ക് പൈസ തരാൻ ഇച്ചിരി പെട്ടെന്ന് ചിലപ്പോൾ പൈസ കിട്ടും. കുറേ ഫോർമാലിറ്റീസും കാര്യങ്ങളും പുറകെ നടക്കേണ്ട ആവശ്യം വരത്തില്ല. ഇനി വേറെ സ്റ്റോറിയിലോട്ട് പോവാം. റോഹൻ്റെ കഥ നോക്കുക. റോഹൻ ഓൺ അതർ ഹാൻഡ് ഈസ് ഈഗർ ടു എക്സ്പാൻഡ് ക്വിക്ലി ആൻഡ് ബിലീവ്സ് ഇൻ ലിവറേജിങ് ഇൻ എക്സ്റ്റേണൽ ഫണ്ട്.
He has some savings but not as much as Priya. He invests a smaller amount to his own. എന്ന് വെച്ചാൽ ഈ ഒരു കേസിൽ എന്ത് ചെയ്തു, റോഹൻ ഒരു കടവറമാണ്, പുള്ളിക്കാരി 30,000 രൂപ, പുള്ളിക്കാരന് എന്താ ഒരു 100K വേണം, 30 രൂപ പുള്ളിക്കാരൻ പോക്കറ്റിൽ നിന്ന് ഇട്ടു. ഇനി 70 രൂപ ബാങ്കിൽ പോയി ലോൺ ചോദിക്കാൻ വെച്ച്, അല്ലേ? ബാങ്കിൽ പോയി ലോൺ ചോദിക്കുക. അപ്പം നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയത്, ഒന്ന് ജസ്റ്റ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയേ. ആൻസർ ഇവിടെ കിടപ്പെടുന്നു, നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയേ. ആ റേഷ്യോ വെച്ച് നമ്മൾ പുള്ളിയുടെ നോക്കുമ്പോൾ 30,000 അല്ലേ, ഡെപ്റ്റ് അല്ലേ? ഓ, ഡെപ്റ്റ് മേളിൽ 30,000 താഴെ, ഒരു മിനിറ്റ്, യെസ്, 70,000 ഡെപ്റ്റ് ഡിവൈഡ് ബൈ 30 എത്ര വരും? 7/3 ചെയ്താൽ മതിയല്ലോ, 2.33. ഇതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ? ഇതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ അവൻ 1 രൂപ പോക്കറ്റിൽ നിന്ന്, ഇല്ലെങ്കിൽ റോഹൻ 1 രൂപ പോക്കറ്റിൽ നിന്ന് കയ്യിലെടുത്തപ്പം അവൻ പോയി എന്ത് ചെയ്തു? 2.3 രൂപ വെളിയിൽ നിന്ന് പോയി എടുത്തു. 1 രൂപ പുള്ളി കയ്യിൽ നിന്ന് എടുത്തുള്ളൂ, പക്ഷേ 2.3 രൂപ വെളിയിൽ പോയി എടുത്തു. ഇപ്പം ആലോചിച്ച് നോക്ക്, പെട്ടെന്ന് എന്തെങ്കിലും ഒരു റിസഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോബ്ലം കാരണം ബിസിനസ് അടച്ചു പോകുക, അല്ലെങ്കിൽ ഡൗൺ ആയി പോവുക, ഈ 1 രൂപ കൊണ്ട് ഈ 2 രൂപ കവർ ചെയ്യാൻ പറ്റുമോ? 2.3 രൂപ കവർ ചെയ്യാൻ പറ്റുമോ? ഇല്ല, റിസ്ക് അല്ലേ? അങ്ങനെ ആലോചിക്കുക. അപ്പോൾ ദിസ് മീൻസ് ഫോർ എവറി $1 of his own money Rohan has invested, he has borrowed 2.33. His debt equity ratio is significantly higher than Priya's. This tells lenders that Rohan's brew കടയുടെ പേര് ഓക്കെ is heavily reliant on borrowed money. While this can lead to faster growth if all goes well, it also carries higher risk. If sale does not meet the expectation, Rohan could quickly find himself struggling to make his loan payment, as his own financial cushion is much smaller related to his debt. നേരത്തെ പറഞ്ഞ പോലെ എന്താണ്, പെട്ടെന്ന് എന്തെങ്കിലും റിസഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇത് നടന്നു കഴിഞ്ഞാൽ, ബാഡ് ഹാപ്പനിങ് അല്ലെങ്കിൽ എന്തെങ്കിലും അൺസർട്ടൻ ഈവൻറ്റ് നടന്നു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല, പുള്ളിക്കാരൻ്റെ ഇതിൽ നിന്ന് പൈസ പോയി. പിന്നെ കടം കയറി, നമ്മൾ കേട്ടില്ല കടം കയറി പാപ്പരാകുന്നൊക്കെ, ഇങ്ങനത്തെ പരിപാടിയാണ്. നമ്മുടെ കൈ നിൽക്കുന്നേക്കാളും കൂടുതൽ നമ്മൾ പൈസ ലോൺ എടുക്കാൻ തുടങ്ങുമ്പോഴാണ് നമുക്ക് പ്രശ്നം വരുന്നത്. ഇപ്പോൾ ചിലവർ സാലറി പേഴ്സൺസ് കണ്ടാൽ മതി, അവർക്ക് കിട്ടുന്ന ചിലപ്പോൾ ഒരു 30-40 രൂപയ്ക്ക് സാലറി കിട്ടുന്നത്, എടുത്തു വെച്ചിരിക്കുന്ന EMI ചിലപ്പോൾ 40-50 കാണും. എങ്ങനെ കവർ ചെയ്യാനാ? അപ്പം അവിടെയാണ് അവർക്ക് ഫിനാൻഷ്യലി സ്ട്രഗിൾ ചെയ്യുന്നത്. അപ്പോൾ ഭയങ്കര ടെൻഷനും ഉറക്കില്ലായ്മയൊക്കെ വരും. ഓക്കെ, ഇനി വരുന്നതാണ്, നമ്മൾ നേരത്തെ ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ പഠിച്ചു. ഇനി ലോങ് ടേം ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോ. നമ്മൾ ഡെപ്റ്റ് എന്ന് പറയുമ്പോൾ ഡെപ്റ്റിനകത്ത് 2 കമ്പോണൻ്റ് ഉണ്ട്. എന്തൊക്കെയുണ്ട്? കറണ്ട് ഡെപ്റ്റും ഉണ്ട്, ലോങ് ടേം ഡെപ്റ്റും ഉണ്ട്, അല്ലേ? ഇനി നമ്മൾ ഡെപ്റ്റ് ഇക്വിറ്റി പഠിച്ചതിൻ്റെ നേരെ ഒരു സബ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയാം, ലോങ് ടേം ഡെപ്റ്റ് ടു ഇക്വിറ്റി. ഇതിനകത്ത് ലോങ് ടേം ഡെപ്റ്റേ നമ്മൾ നോക്കുന്നുള്ളൂ. ഇനി ലോങ് ടേം ഡെപ്റ്റ് ടു ഇക്വിറ്റി ഈസ് എ സോൾവൻസി റേഷ്യോ ദാറ്റ് സ്പെഷ്യലി മെഷേഴ്സ് ദ പ്രൊപ്പോർഷൻ ഓഫ് കമ്പനീസ് ലോങ് ടേം ഡെപ്റ്റ് related to its shareholders' equity. It helps assess how much a company's assets are financed by long-term borrowing. മനസ്സിലായോ? നമ്മുടെ കമ്പനിയിൽ അസറ്റ്സ് ലോങ് ടേം എത്ര ശതമാനം ഓഫ് അസറ്റ്സ്, അല്ലെങ്കിൽ എത്ര പെർസെൻറ്റേജ്, അല്ലെങ്കിൽ എത്ര പോർഷൻ ഓഫ് അസറ്റ്സ് ആണ് ലോങ് ടേം ഡെപ്റ്റിൽ കൂടെ നമ്മൾ പർച്ചേസ് ചെയ്തിരിക്കുന്നത് അറിയാൻ വേണ്ടിയാണ്. എന്നിട്ട് അതിൻ്റെ റിലേഷൻഷിപ്പ് അറിയാൻ വേണ്ടിയാണ് നമ്മൾ ഇത് കാണുന്നത്. ഓക്കെ, ഇനി ലോങ് ടേം ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോയുടെ ഫോർമുല എന്ന് പറയുന്നത് എന്താണ്? ലോങ് ടേം ഡെപ്റ്റ് ഡിവൈഡ് ബൈ ടോട്ടൽ ഷെയർ ഹോൾഡേഴ്സ് ഇക്വിറ്റി. ഇനി കുറേ പേർക്ക് തെറ്റിപ്പോകുന്നൊരു കാര്യമാണ് ഈ ലോങ് ടേം ഡെപ്റ്റിൻ്റെ അകത്ത് എന്തൊക്കെ സാധനം വരുമെന്ന്. ശ്രദ്ധിച്ചാൽ എത്ര മതി. ലോങ് ടേം ഡെപ്റ്റ് എന്ന് പറയുന്നത്, ലോങ് ടേം എന്ന് പറയുന്നത് 1 വർഷത്തിൽ മേളിൽ, ഇല്ലെങ്കിൽ ചില ക്വസ്റ്റ്യൻസിൽ നമ്മളെ പറ്റിക്കാൻ വേണ്ടി പറയും കമ്പനിയുടെ ഓപ്പറേഷണൽ സൈക്കിൾ എന്ന് പറയുന്ന സംഭവമുണ്ട്. അപ്പോൾ അങ്ങനെ പറയുകയാണെങ്കിൽ അത് കമ്പനിയുടെ, ഇപ്പോൾ ചില കമ്പനിയുടെ ഓപ്പറേഷൻ സൈക്കിൾ 8 മാസം എന്ന് പറയും, ഇല്ലെങ്കിൽ 13 മാസം എന്ന് പറയും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ 8 മാസം ആയിക്കഴിഞ്ഞാൽ കമ്പനിക്ക് അത് കൺസിഡർ ചെയ്യാം, ഇല്ലെങ്കിൽ 13 മാസം ആയിക്കഴിഞ്ഞാൽ കൺസിഡർ ചെയ്യാം. വരാറില്ല, പക്ഷെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അതൊന്ന് കൺസിഡർ ചെയ്യേണ്ട ഒരു ഫാക്ടറാണ്. അല്ലെങ്കിൽ പൊതുവേ 1 വർഷമുള്ളൂ. ഇപ്പോൾ 1 വർഷം താഴെയും വരാം, മേളിലും വരാം. പക്ഷേ മെയിൻലി ഇപ്പോൾ 1 വർഷത്തേക്ക് നമ്മളിപ്പോൾ പഠിക്കുമ്പോൾ 1 വർഷം പഠിച്ചാൽ മതി. 1 വർഷത്തിൽ മേളിലുള്ള അസറ്റ്സ് അല്ല, ലയബിലിറ്റീസ് നമ്മൾ എന്ത് ചെയ്തു, നോൺ കറൻറ്റ് ലയബിലിറ്റീസ് അല്ലെങ്കിൽ ലോങ് ടേം ലയബിലിറ്റീസ് നമ്മൾ എഴുതി വെക്കും. അതിൻ്റെ എക്സാമ്പിൾസാണ് ലോങ് ടേം ഡെപ്റ്റ്, ബോണ്ട് പേയബിൾ, ഇതുണ്ടോ നോട്ട്സ് പേയബിൾ. നോട്ട്സ് പേയബിൾ പൊതുവേ 3 മന്ത്സ് ഡ്യൂറേഷൻ, 4 മന്ത്സ്, 6 മന്ത്സ് ഡ്യൂറേഷനൊക്കെയാണ് വരുന്നത്. പക്ഷേ എസ്പെഷ്യലി ക്വസ്റ്റനിൽ എടുത്തു പറയുകയാണെങ്കിൽ മാത്രം 1 ഇയറിൽ കൂടുതലാണെന്ന് പറയാൻ മാത്രമേ എടുക്കാവുള്ളൂ, ഇല്ലെങ്കിൽ എടുക്കില്ല. ലോങ് ടേം ലോൺസ്, മോർട്ട്ഗേജ് പേയബിൾ. ഓക്കെ,
ഇതൊക്കെയാണ് ലോങ് ടേം. ഇത് നിങ്ങളൊന്ന് എഴുതി വെച്ചോ. ഇനി മൂവിങ് ഫോർവേഡ്, ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ. എന്താണ് ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ? ഇത് നമുക്കൊക്കെ നമ്മൾ ലൈക്ക് ഇപ്പം വീട്ടിലൊക്കെ എപ്പോഴും ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങളിൽ ഒരു ഇതാണ് ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ. നമ്മൾ എന്താ സംഭവം പറഞ്ഞുതരാം. അല്ലെങ്കിൽ നിങ്ങളിനി മുന്നോട്ട് ബിസിനസ്മാൻമാരൊക്കെ ആകുമ്പം ഇല്ലെങ്കിൽ സ്വന്തമായിട്ട് സാലറി ഒക്കെ ഏൺ ചെയ്യാൻ തുടങ്ങുമ്പോൾ ഇത് എന്നാണ്. ദിസ് റേഷ്യോ മെഷേഴ്സ് എ കമ്പനീസ് എബിലിറ്റി ടു കവർ ഇറ്റ്സ് ഇൻട്രസ്റ്റ് എക്സ്പെൻസ് വിത്ത് ഇറ്റ്സ് ഓപ്പറേറ്റിംഗ് earnings. A higher ratio indicates a stronger ability to serve debt and a lower risk of defaulting on interest payment. എന്ന് വെച്ചാൽ ഫോർ എക്സാമ്പിൾ, ഇതിങ്ങനെ നിങ്ങൾ പഠിക്കുന്നേക്കാൾ നല്ല ഞാൻ വേറെ രീതി പറഞ്ഞുതരാം. എക്സാമ്പിൾ എടുക്കുക, എൻ്റെ മൊബൈൽ, ഞാൻ ഒരു മൊബൈൽ EMI എടുത്തു. മൊബൈൽ എടുത്തു. മൊബൈലിൻ്റെ മാസ അടവ് എന്ന് പറയുന്നത് ഒരു 5,000 ആണെന്ന് വിചാരിക്കുക. ഇനി EBT, ഏർണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ്, എൻ്റെ സാലറി ആണെന്ന് വിചാരിക്കുക. അപ്പോൾ എൻ്റെ സാലറി ഇപ്പോൾ ഒരു 35,000 എടുക്കുക. 35,000 ആണെന്ന് വിചാരിക്കുക. ഓക്കെ, ഈ 35,000 എന്ന് പറയുമ്പോൾ നമുക്കിവിടെ കട്ട് ചെയ്ത് എത്ര കിട്ടും? 7 അല്ലേ? എന്താണ് ഇതിൻ്റെ അർത്ഥം എന്താ അറിയോ? ഇപ്പം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ 70%, 70% നമുക്ക് എടുക്കാം അല്ലേ? എടുക്കാൻ പറ്റത്തില്ലേ? അല്ലെങ്കിൽ 7 ടൈംസ് എടുക്കേണ്ടി വരും. ആക്ച്വലി 7 ടൈംസ് എടുക്കുന്നതായിരിക്കും നല്ലത്. ഓക്കെ, സോ ഇതെന്ന് പറഞ്ഞാൽ എൻ്റെ സാലറിയും കൊണ്ട് എനിക്ക് EMI 7 ടൈം, എനിക്ക് വേണമെങ്കിൽ എൻ്റെ 7 ടൈം വരെ ആണെങ്കിലും എനിക്ക് അടയ്ക്കാൻ പറ്റും. എൻ്റെ EMI, എൻ്റെ സാലറി ഇച്ചിരി പവർ കൂടുതലാണ്. അപ്പോൾ എന്താ, എനിക്ക് ഈ ഇൻട്രസ്റ്റും സുഖമായിട്ട് അടയ്ക്കാൻ പറ്റും. അതാണ് കാണിക്കുന്നത്. എനിക്ക് 7 ടൈമായിട്ട് അടയ്ക്കാൻ പറ്റും. അപ്പോൾ ഒരു കമ്പനിയുടെ പെർസ്പെക്റ്റീവിൽ കമ്പനി ലോൺ എടുത്തിട്ടുണ്ട്. ലെറ്റ്സ് സേ ഇതേ കേസിൽ കമ്പനി ഒരു 1 lakh ഒരു എന്താണ് ഞാൻ പറഞ്ഞുതരാം, ഒരു 10 lakh ലോൺ എടുത്തിട്ടുണ്ട്. ഇതിന് 10% ആണ് ഇൻട്രസ്റ്റ്. നമുക്കിപ്പോൾ പെർ മന്ത് പെർ ആനം എടുക്കാം. പെർ ആനം എടുത്തു കഴിഞ്ഞാൽ എനിക്ക് 1 lakh എന്ത് വരും? ഇൻട്രസ്റ്റ് വരും അല്ലേ? ഇൻട്രസ്റ്റ് 1 lakh വന്നു. പെർ ആനം വെക്കുമ്പോൾ 10 ലക്ഷത്തിൻ്റെ 10% എന്ന് പറഞ്ഞാൽ 1 ലക്ഷം രൂപ എനിക്ക് എന്ത് ചെയ്യണം? ഞാൻ ലോൺ എടുത്ത് കഴിഞ്ഞാൽ എനിക്ക് ബാങ്കിന് ഇൻട്രസ്റ്റ് ആയിട്ട് കൊടുക്കണം. ഇനി കമ്പനി ഞാൻ എന്ത് ചെയ്തു? ഞാൻ ആ ലോൺ എടുത്ത പൈസയും എൻ്റെ പൈസയും കൂടെ ഒക്കെ ചേർന്ന് ഞാൻ വർക്ക് ചെയ്തിട്ട് ഏകദേശം എനിക്കൊരു EBIT, ഏർണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ്, എൻ്റെ റവന്യൂ ഒക്കെ കുറച്ച് റവന്യൂന്ന് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസും എല്ലാ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് കുറച്ച് ഞാൻ ഏർണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് നിൽക്കും. അപ്പം അവിടെ വെച്ച് എനിക്കുണ്ടായ എത്രയാണെന്നറിയോ? ഇമാജിൻ ചെയ്യുക, എനിക്കൊരു 20 lakh പ്രോഫിറ്റ് ഉണ്ടായി. 20 lakh പ്രോഫിറ്റ് ഉണ്ടായി. അപ്പം എൻ്റെ എബിലിറ്റി നോക്കി, എനിക്ക് ഇൻട്രസ്റ്റ് 1 ലക്ഷം രൂപ ഉള്ളൂ. പക്ഷേ ഇൻട്രസ്റ്റ് 1 ലക്ഷം രൂപ എനിക്ക് അടയ്ക്കണം. എൻ്റെ റവന്യൂ എത്രയുണ്ട്? റവന്യൂ അല്ല, എനിക്ക് EBIT എത്രയുണ്ട്? എൻ്റെ EBIT എത്രയാ? 20 ലക്ഷം. അപ്പോൾ എനിക്ക് എത്ര ടൈംസ് എനിക്ക് കപ്പാസിറ്റി കൂടുതൽ എനിക്ക് അടയ്ക്കാമല്ലോ, സുഖമായിട്ട് അടയ്ക്കാമല്ലോ. അത് ചെക്ക് ചെയ്യുന്നൊരു ഫാക്ടറാണ്. ഇപ്പോൾ ഇതിലെത്ര 5 0. അപ്പോൾ എനിക്ക് 20 ടൈംസ് എന്ന് എഴുതാം. അപ്പം എനിക്ക് എൻ്റെ EMIയുടെ 20% എനിക്ക് EBIT കിട്ടുന്നുണ്ട്. അപ്പോൾ എനിക്ക് സുഖമായിട്ട് റിസ്ക് കുറവാണ്, എനിക്ക് അടച്ചു തീർക്കാം. ഈ ഒരു ഫാക്ടറും കൂടെ ബാങ്കൊക്കെ കൺസിഡർ ചെയ്യും. നമ്മുടെ ഫിനാൻഷ്യൽസും കാര്യങ്ങളും, നമ്മൾ ലോണൊക്കെ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഫിനാൻഷ്യൽസും കാര്യങ്ങളും കൊണ്ടുവരാനും പറയും കമ്പനിയുടെ സപ്പോർട്ടിങ് ഡോക്യുമെൻറ്റ്സ് ആയിട്ട്. ഇനി മൂവിങ് ഫോർവേഡ്, ഡെപ്റ്റ് ടു അസറ്റ് റേഷ്യോ ഓർ ഡെപ്റ്റ് റേഷ്യോ. നമ്മൾ ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോ പഠിച്ചു. അതേപോലെ ഇത് ഡെപ്റ്റ് ടു അസറ്റ് റേഷ്യോ ആണ്. ഡെപ്റ്റ് ടു അസറ്റ്, ഡെപ്റ്റ് ടു ഇക്വിറ്റി. വെറും ഇപ്പം പരീക്ഷയ്ക്ക് ഡെപ്റ്റ് റേഷ്യോ എന്ന് ചോദിക്കുകയെന്ന് വെച്ചോ, അതിൻ്റെ അടുത്തത് ഡെപ്റ്റ് ടു അസറ്റ് റേഷ്യോ ആണ്. ഡെപ്റ്റ് റേഷ്യോ പൊതുവേ ഇത് ഈ ഒരു പേരിലാണ് ക്വസ്റ്റിന് കാണുന്നത്. ഡെപ്റ്റ് റേഷ്യോ എന്ന് പറഞ്ഞ് കാണും. ഓക്കെ, അത് നോക്കിയാൽ മതി. ഇനി ദിസ് റേഷ്യോ ഇൻഡിക്കേറ്റ്സ് ദ പെർസെൻറ്റേജ് ഓഫ് എ കമ്പനീസ് അസറ്റ്സ് ദാറ്റ് ആർ ഫിനാൻസ്ഡ് ബൈ ഡെപ്റ്റ്. മനസ്സിലായോ? നമ്മുടെ കമ്പനിയിലെ അസറ്റ്സ് എത്ര ശതമാനം അസറ്റ്സാണ് ഡെപ്റ്റും കൊണ്ട് ഫിനാൻസ് ചെയ്തതെന്ന് വെച്ചാൽ മേടിച്ചതെന്ന് നമ്മളൊന്ന് കണ്ടുപിടിക്കുന്നതാണ്, നമ്മളൊന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യണം. എ ലോവർ റേഷ്യോ ജനറലി സജസ്റ്റ് ബെറ്റർ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ആസ് ലെസ് ഓഫ് കമ്പനീസ് അസറ്റ്സ് ആർ എൻകറേജ് അല്ലെങ്കിൽ എൻകംപസ് ബൈ ഡെപ്റ്റ്. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഇമാജിൻ ചില സിനിമയ്ക്കകത്തൊക്കെ, പഴയ സിനിമയ്ക്കകത്ത് കണ്ടിട്ടുണ്ട് കുറേ നമ്മളിപ്പം ബൈക്ക് എടുക്കും, കാർ എടുക്കും, ഫ്രിഡ്ജ് എടുക്കും, ഇതൊക്കെ പോയി EMIയിലും കാര്യങ്ങളൊക്കെ എടുക്കും.
പക്ഷേ ഇത് അടയ്ക്കാൻ പൈസ ഇല്ലെങ്കിലോ എന്ന് വെച്ചാൽ 2 തവണ 3 തവണ നമ്മൾ EMI അടയ്ക്കുമായിരിക്കും. അത് കഴിയുമ്പോൾ നമുക്ക് അടയ്ക്കാൻ പൈസ കാണത്തില്ല. അപ്പോൾ എന്ത് ചെയ്യും? അവർ കൊണ്ട് ഇതെല്ലാം കൊണ്ട് എടുത്തോണ്ട് പോകും. ഇപ്പോൾ മെയിനായിട്ട് ഈ ഫാക്ടറീസിലൊക്കെ കുറേ വണ്ടിയൊക്കെ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ലീസിന് എടുക്കേണ്ടവരെ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ഫിനാൻഷ്യൽ ഡിസിഷൻ കാരണം നമ്മൾ മണ്ടത്തര ഒരു ഫിനാൻഷ്യൽ ഡിസിഷൻ നമ്മൾ എന്ത് ചെയ്യും, പർച്ചേസ് ചെയ്യും. ചിലപ്പോൾ ലോൺ എടുത്ത് പർച്ചേസ് ചെയ്യും. ഒരു 10 വണ്ടി മേടിച്ചു. അപ്പോൾ ഈ വണ്ടിക്കകത്താണ് നമ്മളെ ഗുഡ്സ് കൊണ്ടുപോയി കൊണ്ടുപോയി കൊടുക്കുന്നത്, ഗുഡ്സ് കൊണ്ടുപോയി സപ്ലൈ ചെയ്യേണ്ടത്. ഭയങ്കര ദൂരമായിരിക്കും കൊണ്ട് അപ്പം സപ്ലൈ ചെയ്യേണ്ടത്. അപ്പം ഇതേപോലെ ഒരു സമയം പൈസ അടയ്ക്കാൻ പറ്റിയില്ല, ബാങ്കുകാർ വന്നത് CC കൊണ്ടുപോയി 10 എടുത്തുകൊണ്ട് പോയി. പിന്നെ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ പ്രൊഡക്ഷൻ ഉണ്ടാക്കി വെച്ചിട്ടും കാര്യമില്ല. ഈ സാധനം തലേ ചുമന്നുകൊണ്ട് പോയി കൊടുക്കാൻ പറ്റത്തില്ലല്ലോ. നമ്മൾ അടുത്തൊരു വണ്ടി വിളിക്കുമ്പോഴത്തേക്കും ഓർഡർ അവിടെ ലേറ്റായി, സപ്ലയറിനെ നിന്ന് വഴക്ക് കേട്ട് സപ്ലയർ ക്യാൻസൽ ചെയ്യാൻ ചിലപ്പോൾ നമ്മളുമായിട്ട് കോൺട്രാക്റ്റ്, സപ്ലയേഴ്സിനെ നഷ്ടപ്പെടാം. മനസ്സിലായോ? നമ്മളെ പിന്നെ കസ്റ്റമേഴ്സും ഡിസാറ്റിസ്ഫൈഡ് ആവും. അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ടാവും. അപ്പം നമ്മൾ കഴിവതും നമ്മുടെ അസറ്റ്സ് മേടിക്കുമ്പോൾ, കമ്പനി അസറ്റ്സ് മേടിക്കുമ്പോൾ നമുക്കത് കവർ ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് മാത്രമേ മേടിക്കാവുള്ളൂ. അതാണ് ഈ റേഷ്യോ. ടോട്ടൽ ഇതിൻ്റെ ഫോർമുലയാണ് ഡെപ്റ്റ് ടു എന്താണ്, ഞാൻ എന്താണ് ഡെപ്റ്റ് റേഷ്യോ എന്ന് എഴുതാതിരിക്കും നല്ലത്. ഡെപ്റ്റ് റേഷ്യോ ഈസ് ഈക്വൽ ടു ടോട്ടൽ ലയബിലിറ്റി ഡിവൈഡഡ് ബൈ ടോട്ടൽ അസറ്റ്സ്. ഓക്കെ, ഇത് വലിയ പാടൊന്നുമില്ല. ടോട്ടൽ അസറ്റ്സും ഇത് മിക്കവാറും ക്വസ്റ്റ്യനൊക്കെ തരുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഒരു ബാലൻസ് ഷീറ്റ് തന്നിട്ട് നമ്മൾ ടോട്ടൽ അസറ്റ്സും ടോട്ടൽ ലയബിലിറ്റിയും കണ്ടുപിടിച്ചാൽ മാത്രം മതി. ഇത് ഡയറക്റ്റ് ആയിരിക്കും മിക്കവാറും വരുന്നത്, ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് വരുന്ന രീതി. ഓക്കെ, സോ നമുക്ക് ഇന്നിപ്പോൾ ഇവിടത്തേക്ക് തിയറി ക്ലാസ് കഴിഞ്ഞു. ഇനി അടുത്ത ക്ലാസ്സിൽ ഫുൾ ന്യൂമറിക്കൽ ക്ലാസ് ആയിരിക്കും. നമുക്കത് ചെയ്ത് നോക്കാം. ശരി, താങ്ക് യു ഓൾ.